നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഞാൻ സംവിധാനം ചെയ്യും. നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിഫലനമായ ഈ സിനിമാ വിശേഷങ്ങളുമായി ശ്രീ ബാലചന്ദ്ര മേനോനും നായികമാരും JB ജംഗ്ഷനിലൂടെ പ്രയാണം നടത്തുന്നു. ശ്രീ ബാലചന്ദ്ര മേനോൻ, ഇന്നത്തെ സിനിമകളുടെ പ്രത്യേകത 50% മാർക്കറ്റിങ്ങിനാണ് ഇരിക്കുന്നത്. സിനിമയുടെ കണ്ടന്റൊക്കെ നല്ലതാണെങ്കിൽ പോലും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സിനിമ ഫ്ലോപ്പായി. ഉറപ്പ്. താങ്കൾ കഴിയുന്നതും ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൻ്റെ സമവാക്യങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊമോഷൻ ഇഷ്ടപ്പെട്ടു. താങ്കൾ ആ ലോഞ്ച് ചെയ്ത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയായിട്ടുള്ള താങ്കളുടെ കെമിസ്ട്രിയിലൂടെ ആ പടത്തെ മുമ്പോട്ട് ആങ്കർ ചെയ്യാൻ പറ്റിയ, അതൊക്കെ ആകസ്മികമായി സംഭവിച്ചു. എല്ലാം ആകസ്മികം. മമ്മൂട്ടി ഒന്ന് വരണം, നിങ്ങൾ വന്നാൽ നന്നായിരിക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാഷ്ട്രീയക്കാരനാകാൻ വേണ്ടി ഒരു പ്രാവശ്യം കുപ്പമായിട്ട് പത്രപ്രവർത്തകനായി പിന്നീട് സിനിമയിലേക്ക് വന്ന് എന്തെല്ലാം തരത്തിൽ ആകസ്മികതകളിലൂടെയാണ് താങ്കൾ പ്രയാണം ചെയ്തത്. പിന്നെ ചില പല വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞ എന്തെല്ലാം ജീവിതത്തിൽ വഴിത്തിരിവുകളിലൂടെയാണ് താങ്കളായിട്ട് മാറിയത്. ഒരു ഷോയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇത്രയും നമ്മുടെ സഹപ്രവർത്തകർ, ഞാൻ പെട്ടെന്ന് ആലോചിച്ചതാണ്, സഹപ്രവർത്തകർ നമ്മളെപ്പറ്റി ഹൃദയം തുറന്ന് പറയുന്ന നല്ല അഭിപ്രായങ്ങൾ ജീവനോടിരുന്ന് കേൾക്കാൻ പറ്റുന്നത് ഭഗവാന്റെ വലിയ അനുഗ്രഹമല്ലേ. സാധാരണ മരത്തിൽ കിടത്തുമ്പോഴേതൊക്കെ പറയുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ ഇത് കേൾക്കുക, ആ വാക്കുകളിലെ സിൻസിരിറ്റി, അത് ദൈവം തന്നിട്ടുള്ള ഒരു പരമഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നീ പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുകയല്ല, പക്ഷെ അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു, എനിക്ക് പലപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പറ്റാറില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റാറില്ല പലപ്പോഴും. താങ്കളുടെ ചില ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇപ്പോഴും സിനിമയിലുണ്ട്. താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എലമെൻറ്റ്, ഒന്ന്, പ്രേക്ഷകരുടെ മനസ്സിൽ താങ്കൾ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുടുംബ ചിത്രത്തിൻ്റെ സംവിധായകനാണ്. താങ്കൾ ഒരിക്കലും ആഭാസവും അശ്ലീലവും കുടുംബ സദസ്സുകളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ രാധ എന്ന പെൺകുട്ടി രണ്ടാമത്തെ സിനിമയാണ്. അത് ഷൂട്ട് ചെയ്തത് ജലജയാണ് അതിലെ ഹീറോയിൻ. ഞാൻ പെട്ടെന്ന് പറയാം, ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തല്ല, എന്നിലുള്ളതാണ് ഞാൻ പറയുക. ഇപ്പം ജലജയുടെ ചേച്ചിയുടെ വീട്ടിൽ വരുമ്പം ചേച്ചിയില്ല, ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഭർത്താവ് ഒരു വിടനാണ്. അദ്ദേഹം മദ്യപിച്ചിരിക്കുമ്പോഴാണ് ഇവളോടെ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വളരെ ടാക്ട്ഫുള്ളായിട്ട് ഇവർക്ക് ജ്യൂസ്, പണ്ടത്തെ 1978 ഭാവനയാണ് പറഞ്ഞത്, ജ്യൂസിനകത്ത് കുറച്ച് മദ്യം കലർത്തി കൊടുത്ത് അവളെ 2-3 ഗ്ലാസ് അവൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരമാൾക്ക് ഒരു ആലസ്യം, ഒരു പാട്ടും വെച്ചു എൻ്റെ കൂട്ടത്തിൽ. ഈ ഒക്കെ ഒന്ന് ആടി വന്ന് അത് ചേട്ടനെ കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഞാൻ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജലജയുടെ നമ്മുടെ ഈ സാരിയുടെ മേൽത്തലപ്പെന്ന് പറയും, അതങ്ങ് അറിയാതെ വീണുപോയി. ഞാൻ അറിയാതെ കട്ട് പോയി. പെട്ടെന്ന് ദിവാകരൻ എന്നാക്കിയാൽ അവിടെ എന്ത് അല്ലാതെ അവിടെ ആ സാരിയുടെ തലപ്പ് എടുത്തിട്ടുള്ളൂ, ശ്രദ്ധിക്കണം. അപ്പം പുള്ളി ചോദിച്ചു, വൈ? അവൾ ഡ്രങ്കല്ലേ? ഹീസ് റൈറ്റ്. ഡ്രങ്കായ ഒരുത്തിയുടെ മേൽ ഈ തുപ്പട്ട പോലുള്ള സാധനം പോയാൽ എന്താ കുഴപ്പം? അത് നാച്ചുറലാണ്. പക്ഷേ എൻ്റെ കോൺഷ്യൻസ് ഉടനെ പെട്ടെന്ന് അത് കട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ സാധനമാണ് ഇന്നും എന്നെ ഭരിക്കുന്നത്. അതല്ല ഇതിനു വേണ്ടി കൾട്ടിവേറ്റ് ഉണ്ടാക്കിയതല്ല എന്ന് ഞാൻ പറയാം. ഗായത്രി, ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ താങ്കൾ കണ്ടിട്ടുണ്ടാവില്ലേ? ആ സിനിമകളെല്ലാം എന്താ പറയുക, ഒരു കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന കുടുംബ കഥകളാണ്. ആ ഒരു സങ്കല്പമായിട്ടായിരിക്കുമല്ലോ ഈ സിനിമയുടെ ലൊക്കേഷനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവുക. ആ ഒരു സങ്കല്പമായിട്ട് പൊരുത്തപ്പെട്ടോ? അവിടെ വൈരുദ്ധ്യം ഉണ്ടായോ? ആ സിനിമയുടെ ഒരു പഴയ സിനിമയുടെ അതേ ഒരു കർമ്മപഥത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്? അതേ മാറ്റി ചവിട്ടിയോ? അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഓരോ സിനിമയും ഓരോരോ രീതിയിലാണ് തോന്നുന്നത്. ഓരോ സിനിമയ്ക്കും ആ തീം, കണ്ടന്റ് എല്ലാം വ്യത്യസ്തമല്ലേ? വ്യത്യസ്തമാണെങ്കിലും അത് ഒരു ഫാമിലി, ഒരു കുടുംബ പശ്ചാത്തലം എപ്പോഴും പറയും. ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക, ഇന്ന് ന്യൂ ജനറേഷനിൽ ഇല്ല എന്ന് പറയുന്ന ഒരു ഘടകം നമ്മൾ പറഞ്ഞ് പരത്തുകയല്ലേ. ന്യൂ ജനറേഷൻ അമ്മയില്ലായിരിക്കും. എന്താ പറഞ്ഞത്? അമ്മയും അച്ഛനും ഇല്ലാത്ത സിനിമ അതൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ കാലം ഉള്ളുകൊണ്ട് അമ്മയെന്ന് തന്നെ വിളിക്കും. എൻ്റെ അമ്മയെന്നല്ലാതെ വിളിക്കാൻ പറ്റുമോ നമുക്കൊരു വേദന വരുമ്പോൾ? അതൊന്നും മാറ്റാൻ പറ്റും. ഇതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞ വിധത്തിൽ ന്യൂ ജനറേഷനിലെ പിള്ളേർക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പോഴും ഞാൻ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്താൽ മതി. ഗൈഡൻസിൻ്റെ കുറവുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അവർ നല്ല കഴിവുള്ള പിള്ളേർ, അറിയാം. പക്ഷേ ഈ പിള്ളേർ അനുസരണയോടെ നമ്മളോട് വരണം. അത് ചെയ്യില്ല. അനുസരണ കുറവാണ്. അനുസരണയോടെ കൂടെ വരണം. അത് താങ്കളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെയും എസ്റ്റീമിൻ്റെ ഒരു പ്രധാനം. ഇല്ല ബിട്ടാസ്, ഞാനത് ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം റോസസ്, എൻ്റെ വലിയ സുഹൃത്താണ്. റോസസ് ഫാമിലി ക്ലബ്ബിൽ വന്ന് സംസാരിക്കുമ്പം മേനോൻ ചേട്ടൻ എനിക്കറിയാം, നിങ്ങൾ പറയുന്നത് ആരംഭിച്ചു.
അപ്പം ഞാനിങ്ങനെ സൗമ്യമായിട്ട് ഇരുന്ന് കൊടുത്തു എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹവും ബഹുമാനവും എന്ന് പറയുന്നത് ആ സ്വകാര്യ അഹങ്കാരമാണ്. ഇത് അടിച്ചേൽപ്പിക്കാൻ എനിക്ക് അഹങ്കാരമില്ല. ഇപ്പം അങ്ങനെ ധരിപ്പിക്കാൻ പറ്റും നിങ്ങളെ? എന്തിനാ ഞാൻ ഇരിക്കട്ടെ, കളയേണ്ട കാര്യമില്ല, നല്ല കാര്യമില്ല. ഉത്രാട രാത്രി എന്ന സിനിമ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ ജീവിതത്തിലെ ഇന്റർവ്യൂ എടുക്കുന്നത് മലയാള നാട് ദ്വൈവാരികയുടെ എഡിറ്ററായിരുന്ന VS നായർ. അദ്ദേഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. കൊല്ലം കടപ്പുറത്ത് വെച്ച ഇന്റർവ്യൂ ഒന്ന്. ആദ്യത്തെ പടം ഐ എം ഏർലി 20s. അങ്ങേരും ഇത് തന്നെ ചോദിച്ചു. മിസ്റ്റർ ബാലേന്ദ്രൻ അല്ല പറയട്ടെ, തീർന്നില്ല. മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ ഒരു അഹങ്കാരിയാണെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ? അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞൊരു വാക്യം അന്ന് ഞാൻ പറഞ്ഞതാണ്. പ്രിയപ്പെട്ട VS നായർ, കൊടാനുകൂടി എന്താണ് പറയുന്നത്, ഇതും ഒക്കെയുള്ള വിശ്വമഹാഘടാകത്തിൻ്റെ ഒരറ്റത്ത് കിടക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് ഉണക്കാനിട്ടിരിക്കുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ കൗവീനം പോലെ കിടക്കുന്ന ഈ കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കൊല്ലത്ത് ഈ മണൽപ്പരപ്പിലിരിക്കുന്നത് ഞാൻ ആരോട് അഹങ്കാരം കാണിക്കാനാണ്? ദിസ് ഇസ് മൈ ആറ്റിറ്റ്യൂഡ്. പക്ഷേ എന്നെ പെയിൻറ്റ് ചെയ്യുന്നത് അത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവനെ അഹങ്കാരി എന്ന് വിളിക്കുകയാണെങ്കിൽ എന്നെ അത് കൂട്ടം. രണ്ടും തമ്മിലുള്ള ബന്ധം ഒരു നൂലഴയുടെ ബന്ധമുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഒരു വേണമെങ്കിൽ ഒരു ഈഗോ എന്നുള്ള ഒരാൾ വേണേ കാണുന്നത് ഒരാളുടെ സെൽഫ് റെസ്പെക്റ്റ് ആകും. ഇദ്ദേഹം മുംബൈയിലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറയും, നിനക്കൊന്ന് ഗായത്രി ആയിക്കൂടെ? ഈ ഗായത്രിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ ചെറുതല്ല. അതിന് സാധ്യതയുണ്ട്. ഗായത്രി ഒരു കണക്കിന് പിന്നെ ഗായത്രിക്ക് എങ്ങനെയാണ് ഒരു ഭാര്യ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ഇൻവോൾവ്മെന്റോടെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു പുതിയ പാഠം ഈ സിനിമ സത്യമാണ്. കാര്യം ആദ്യത്തേക്ക് ഇങ്ങനെ ഈ സീൻസ് ഒക്കെ എടുക്കുമ്പോ ഞാനിങ്ങനെ വിചാരിച്ചോട്ടെ, ഈശ്വര ഇതൊക്കെ ലൈഫിൽ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ഇതൊക്കെ വേണ്ടതൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല.